ഇൻസൈഡ് ടോപ്പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 31 2024 ഓഗസ്റ്റ് 31 LDCയുടെ മൂന്നാം ഘട്ട പ്രിലിമിനറി എക്സാം നടക്കുകയാണ് അല്ലെ. പത്തനംതിട്ട, തൃശൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് നമ്മുടെ മൂന്നാം ഘട്ട പരീക്ഷ നടക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് പഠിച്ചിരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടിയിട്ട് ഈ സംസ്ഥാന മന്ത്രിമാരും വകുപ്പുകളെ കുറിച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നത്. അതെങ്കിലും അത് പഠിക്കാൻ എളുപ്പത്തിൽ ആ വകുപ്പുകളും മന്ത്രിമാരും വകുപ്പുകളും എളുപ്പത്തിൽ പഠിക്കേണ്ട രീതിയിൽ ഞാൻ ഈ ഹിൻസുമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എന്താന്ന് നോക്കാം. ഏറ്റു തുടങ്ങുന്നത്, അതായത് ഏറ്റു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവിടെ മന്ത്രിമാരുടെ ഇനീഷ്യലിലാണ് ഞാൻ ഇങ്ങനത്തെ ഇവിടെ ഹിൻസുകൾ ഉണ്ടാക്കിയത്. ഇനീഷ്യൽ പേരുകളിലല്ല, ഇനീഷ്യലിൽ തുടങ്ങുന്നതാണ്. പെട്ടെന്ന് പഠിക്കേണ്ട രീതിയിലാണ് ഞാൻ ഈ ഹിൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒന്ന് നോക്കാം. ഏറ്റവും തുടങ്ങുന്നത് അഡ്വക്കേറ്റ് GR അനിൽ. അഡ്വക്കേറ്റ് GR അനിലാണ്. അഡ്വക്കേറ്റ് GR അനിലും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസും. അഡ്വക്കേറ്റ് GR അനിലും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസും. ഇതെന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാല് റിയാസ് എന്തിനാണ് ഹിൻസ് എയിൽ തുടങ്ങുന്നത്? ഇവിടെ അഡ്വക്കേറ്റ് രണ്ടും ആയതുകൊണ്ടാണ് ഞാൻ എന്ന് എടുത്തിട്ടുള്ളത്. ആ ഹിൻസ് എടുത്തിട്ടുള്ളത് അഡ്വക്കേറ്റ് GR അനിൽ. അഡ്വക്കേറ്റ് GR എന്ത് വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്? വകുപ്പാണ്, അതായത് ഭക്ഷ്യവകുപ്പാണ് അഡ്വക്കേറ്റ് GR അനിൽ കൈകാര്യം ചെയ്യുന്നത്. PA മുഹമ്മദ് റിയാസോ പൊതുമരാമത്തും ടൂറിസവുമാണ് നമ്മുടെ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി എന്ന് പറയുന്നത്. ഇത് മനസ്സിലായല്ലോ. അഡ്വക്കേറ്റ് GR ഭക്ഷ്യവകുപ്പും GR അനിൽ ഭക്ഷ്യവകുപ്പും അതുപോലെ തന്നെ അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ടൂറിസം കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരാണ്. ഇനി അത് മനസ്സിലായല്ലോ. ഇനി രണ്ടാമത് തുടങ്ങുന്നത് J1 പറയുമ്പോൾ ജെ ചിഞ്ചുറാണി. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് മൃഗസംരക്ഷണവും ക്ഷീരവികസനവും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ എഴുതിയെടുക്കാനും വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഇവിടെ ബോർഡിൽ എഴുതി വെക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എഴുതിയെടുക്കണമെന്നുണ്ടെങ്കിൽ അത് എഴുതിയെടുത്ത് നോട്ട് ചെയ്ത് പഠിക്കാം. മൃഗസംരക്ഷണവും അതുപോലെ തന്നെ ക്ഷീരവികസനവും. അപ്പൊ ഏറ്റവും തുടങ്ങുന്നത് നമ്മൾ പറഞ്ഞു അഡ്വക്കേറ്റ് GR അനിൽ, അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ്. പഠിക്കുക, ഇവിടെ തന്നെ ഈ കാര്യങ്ങൾ പഠിക്കുക. ഇനി അപ്പുറത്ത് പോയി പഠിക്കുക എന്നുള്ളത് വേണ്ട. ഈ വീഡിയോയിൽ കാണുമ്പോൾ തന്നെ നിങ്ങളും അത് പഠിക്കുക. അഡ്വക്കേറ്റ് GR അനിൽ ഭക്ഷ്യവകുപ്പും അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് പൊതുമരാമത്തും ടൂറിസവും. രണ്ടാമത് പറഞ്ഞു J1 ആരാണ്? ജെ ചിഞ്ചുറാണി. അതായത് ഇനീഷ്യൽ മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പ്രത്യേകം പറയുകയാണ്. J1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെ ചിഞ്ചുറാണി, മൃഗസംരക്ഷണവും അതുപോലെ തന്നെ ക്ഷീരവികസനവും. ഈ രണ്ടും വകുപ്പുകൾ നോക്കുന്നത് ആരാണ്? ജെ ചിഞ്ചുറാണിയാണ്. K6. അടുത്തത് K6 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 6 മന്ത്രിമാരുടെ പേര് ഇതിലുണ്ട്. ഏതൊക്കെയാണ്? K രാജൻ, അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, അതുപോലെ തന്നെ KN ബാലഗോപാൽ, അതുപോലെ തന്നെ K രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ AK ശശീന്ദ്രൻ. ഇനി ഇവര് കൈകാര്യം ചെയ്യുന്ന വകുപ്പുകൾ അറിയണ്ടേ? K രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് റവന്യൂ. എന്താണ്? K രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് റവന്യൂ വിഭാഗമാണ്. K രാജൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ്. അതുപോലെ തന്നെ K കൃഷ്ണൻകുട്ടി വൈദ്യുതി. എന്താണ്? വൈദ്യുതിയാണ്. വൈദ്യുതി. KB ഗണേഷ് കുമാർ റോഡ് ഗതാഗതം. അതായത് എല്ലാ വകുപ്പുകളും നമുക്കൊന്നും പഠിച്ചു വെക്കാൻ സാധിച്ചെന്ന് വരില്ല. അതിന് വേണ്ടിയിട്ടെങ്കിൽ ഈ ഹിന്ദിയിൽ നിങ്ങൾ ഓർത്തു പോകുക. അതായത് സംസ്ഥാന മന്ത്രിമാരും വകുപ്പുകളും എങ്ങനെയെങ്കിലും ചോദിച്ചു കഴിഞ്ഞാല് സംസ്ഥാന മന്ത്രിമാരെങ്കിലും ഇത്ര പേരുണ്ട് എന്നുള്ളതെങ്കിലും മനസ്സിലാക്കുക. അപ്പൊ റവന്യൂ, വൈദ്യുതി, റോഡ് ഗതാഗതം. KN ബാലഗോപാൽ ധനകാര്യം. എന്താണ്? ധനകാര്യം. K രാധാകൃഷ്ണൻ പിന്നോക്കക്ഷേമവും ദേവസ്വവും. പിന്നോക്കക്ഷേമവും അതുപോലെ തന്നെ ദേവസ്വവും. പിന്നെ AK ശശീന്ദ്രനാണ് വനം വകുപ്പ്. AK ശശീന്ദ്രൻ. അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? ഈ 6 മന്ത്രിമാരെ കുറിച്ചിട്ട് നമ്മള് പെട്ടെന്ന് പഠിക്കാൻ സാധിക്കും. K6 ആണ്. അപ്പൊ K രാജൻ, K കൃഷ്ണൻകുട്ടി, KB ഗണേഷ് കുമാർ, KN ബാലഗോപാൽ, K രാധാകൃഷ്ണൻ, AK ശശീന്ദ്രൻ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് വനമാണ്. K രാധാകൃഷ്ണൻ പിന്നോക്കക്ഷേമവും ദേവസ്വവും, അതുപോലെ തന്നെ KN ബാലഗോപാല് ധനകാര്യം, K രാജൻ റവന്യൂ, K കൃഷ്ണൻകുട്ടി വൈദ്യുതി, KB ഗണേഷ് കുമാർ റോഡ് ഗതാഗതം.
എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത സെക്ഷൻ P3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം പിണറായി വിജയൻ അല്ലെ. പിണറായി വിജയൻ അറിയാലോ, മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. അത് പിന്നെ എഴുതേണ്ട കാര്യമില്ല. P പ്രസാദും P രാജീവും. ആരാണ്? P പ്രസാദ്. പ്രസാദ് കൈകാര്യം ചെയ്തത് കൃഷിയാണ്. അതുപോലെ P രാജീവ്. P പ്രസാദ് P രാജീവ്. അപ്പൊ അതാണ് മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. അതാണ് P3 എന്ന് പറയുന്നത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയാണ്. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. പിണറായി വിജയൻ. ഇതും കൂടി അറിയാതെ പോകരുത് പറഞ്ഞിട്ടാണ് ഞാൻ പ്രത്യേകം ഈ വീഡിയോ അത്രയും സ്ട്രെസ് ചെയ്ത് പറയുന്നത്. P പ്രസാദ് കൃഷി, P രാജീവ് നിയമം വ്യവസായം. എന്തൊക്കെയാണ്? നിയമം വ്യവസായം കൈകാര്യം ചെയ്യുന്ന മന്ത്രി ആരാണ്? നമ്മുടെ P രാജീവാണ്. P പ്രസാദ് എന്താണ്? കൃഷിയാണ്. അത് ഇതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിണറായി വിജയൻ നമുക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അറിയാം, മുഖ്യമന്ത്രിയാണ്. പിന്നെ R3. ഇനി നെക്സ്റ്റ് ഇതാണ് R3. അതായത് റോഷൻ അഗസ്റ്റിൻ ജലവിഭവം. റോഷൻ അഗസ്റ്റിൻ എന്താ കൈകാര്യം ചെയ്യുന്ന വിഭവം ഏതാണ്? ജലവിഭവമാണ് റോഷൻ അഗസ്റ്റിൻ. അതുപോലെ തന്നെ രാമചന്ദ്രൻ. ആറിൽ തുടങ്ങുന്ന പേരാണ്. ഇതിന് പിന്നെ ഇനീഷ്യലി ഇല്ല, പേരാണ് മൊത്തത്തിൽ. അതുകൊണ്ടാണ് 6 തുടങ്ങിയത്. റോഷൻ അഗസ്റ്റിൻ ജലവിഭവം. രാമചന്ദ്രൻ കടന്നപ്പള്ളി R ബിന്ദു. രാമചന്ദ്രൻ കടന്നപ്പള്ളി. അതുപോലെ തന്നെ എന്താണ്? ഡോക്ടർ R ബിന്ദു. ഡോക്ടർ R ബിന്ദു എന്താ കൈകാര്യം ചെയ്തത്? ഉന്നത വിദ്യാഭ്യാസം. ഉന്നത വിദ്യാഭ്യാസം. രാമചന്ദ്രൻ കടന്നപ്പള്ളി മ്യൂസിയം ആർക്കിയോളജി. 2 ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്നതാണ് രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്ന് പറയുന്നത്. ആർക്കിയോളജി. അതുപോലെ തന്നെ റോഷൻ അഗസ്റ്റിൻ ജലവിഭവം. അത് ഞാൻ നേരത്തെ എഴുതിയിട്ടുണ്ട്. ഇത് മനസ്സിലായില്ലേ? R3 മനസ്സിലായി. റോഷൻ അഗസ്റ്റിൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, ഡോക്ടർ R ബിന്ദു. ഇനി അത് കഴിഞ്ഞിട്ട് S സജി ചെറിയൻ. അതൊന്നേ ഉള്ളൂ. സജി ചെറിയൻ. അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന വകുപ്പാണ് ഏത്? ഫിഷറീസ് സാംസ്കാരികം. ഫിഷറീസ് അതുപോലെ തന്നെ സാംസ്കാരികം. 2 വകുപ്പുകളാണ് അദ്ദേഹം. സജി ചെറിയൻ, സാംസ്കാരികം. അതുപോലെ 2 വകുപ്പുകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. ഇനി അടുത്തതാണ് V4 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 4 പേരുണ്ട്. ഏതൊക്കെയാണ് V4? ഏതൊക്കെയാണ് 4 പേരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് VN വാസവൻ, അദ്ദേഹം തുറമുഖമാണ്. വീണ ജോർജ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വീണ ജോർജ്. ആരോഗ്യം, സ്ത്രീ, വനിത, ശിശു വികസനം. അതുപോലെ തന്നെ V ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസവും അതുപോലെ തന്നെ തൊഴിലും. അതുപോലെ തന്നെ V അബ്ദുറഹിമാൻ, കായികം. 4 പേരാണ് ഉള്ളത്. ഏതൊക്കെയെന്ന് നോക്കാം. എന്താണ് V4 വരുന്നത്?